ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ നടന്ന സെമി ഫൈനൽ പോരാട്ടത്തിൽ ബ്രസീലിയൻ ക്ലബ്ബായ ഫ്ലുമിനൻസിനെ പരാജയപ്പെടുത്താൻ ചെൽസിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ചെൽസി വിജയിച്ചിട്ടുള്ളത്. ഇതോടുകൂടി ചെൽസി ഫൈനലിൽ എത്തുകയും ഫ്ലുമിനൻസ് ടൂർണമെന്റിൽ നിന്ന് പുറത്താവുകയും ചെയ്തിട്ടുണ്ട്. ബ്രസീലിയൻ സൂപ്പർ താരമായ ജോവോ പെഡ്രോയാണ് ഈ മത്സരത്തിൽ തിളങ്ങിയിട്ടുള്ളത്. 2 കിടിലൻ ഗോളുകളാണ് പെഡ്രോ നേടിയിട്ടുള്ളത്. 2 തകർപ്പൻ ഷോട്ടുകളിലൂടെയുള്ള ഗോളുകളാണ് ഈ ബ്രസീലിയൻ താരം നേടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഫ്ലുമിനൻസിന് ഇപ്പോൾ പുറത്താവേണ്ടി വന്നിട്ടുള്ളത്. പെഡ്രോയെ നമുക്കറിയാം, ഇതുവരെ ബ്രൈറ്റണിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴാണ് ചെൽസി അദ്ദേഹത്തെ സ്വന്തമാക്കിയത്. ചെൽസിക്ക് വേണ്ടി ഇപ്പോൾ തന്നെ മികവ് പ്രകടിപ്പിച്ചു തുടങ്ങാൻ ഈ ബ്രസീലിയൻ താരത്തിന് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ 2 ഗോളുകൾ നേടിയിട്ടും ഫ്ലുമിനൻസിനെതിരെയുള്ള ഗോൾ നേട്ടം പെഡ്രോ ആഘോഷിച്ചിരുന്നില്ല. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, പെഡ്രോയുടെ ആദ്യത്തെ ക്ലബ്ബ് അത് ഫ്ലുമിനൻസ് ആണ്. അദ്ദേഹത്തെ വളർത്തിയത് ഫ്ലുമിനൻസ് ആയിരുന്നു. അവരോടുള്ള ഒരു ബഹുമാന സൂചകമായിക്കൊണ്ടാണ് പെഡ്രോ ഈ ഗോളുകൾ ആഘോഷിക്കാതിരുന്നത്. ഇതേക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ ബ്രസീലിയൻ താരം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: എൻ്റെ കുട്ടിക്കാലത്ത് എനിക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് എല്ലാം നൽകിയത് ഫ്ലുമിനൻസ് ആണ്. ലോകത്തിന് മുന്നിൽ എന്നെ അവതരിപ്പിച്ചത് അവരാണ്. എനിക്ക് അക്കാര്യത്തിൽ നന്ദിയുണ്ട്. പക്ഷെ ഇത് ഫുട്ബോളാണ്. നമ്മൾ പ്രൊഫഷണൽ ആവേണ്ടതുണ്ട്. ഫ്ലുമിനൻസ് ആരാധകരുടെ വേദന എനിക്ക് മനസ്സിലാകും. എനിക്ക് എൻ്റെ ജോലി ചെയ്യണമായിരുന്നു. ഞാൻ മാപ്പ് പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഗോൾ അടിക്കുന്നതിനാണ് ചെൽസി എനിക്ക് പണം നൽകുന്നത്. ഇതാണ് പെഡ്രോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും പെഡ്രോയെ കൊണ്ടുവന്നത് ശരിയായ ഒരു തീരുമാനമായിരുന്നു എന്നുള്ളത് ഈ ഒരു മത്സരത്തിലൂടെ ഇപ്പോൾ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫൈനൽ പോരാട്ടത്തിൽ PSG അതല്ലെങ്കിൽ റയലോ ആണ് ചെൽസിയെ കാത്തിരിക്കുക. ഇന്ന് നടക്കുന്ന സെമി ഫൈനൽ പോരാട്ടത്തിലാണ് കരുത്തരായ PSG റയൽ മാഡ്രിഡും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.